മലയാള സിനിമയിലെ ക്ലിയോപാട്ര എന്നറിയപ്പെട്ടിരുന്ന നടിയാണ് ഷീല. നന്നായി അഭിനയിക്കാൻ ഷീലയ്ക്കറിയാം. ശരപഞ്ചരത്തിലെ സൗദാമിനിയും ചെമ്മീനിലെ കറുത്തമ്മയുമൊക്കെ ഷീലയുടെ അവിസ്മരണീയമായ കഥാപാത്രങ്ങളാണ്. ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിൽ അഭിനയ പ്രതിഭ സത്യനെ വെല്ലുന്ന പ്രകടനമാണ് ഷീല കാഴ്ചവെച്ചത്. ഷീലയും പ്രേം നസീറും മലയാളത്തിലെ ഇഷ്ട ജോഡികളായിരുന്നു. ഇവർ ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചു. ഏറ്റവും കൂടുതൽ ചിത്രത്തിൽ ജോഡികളായി അഭിനയിച്ചതിൻ്റെ പേരിൽ. ഷീലയും പ്രേം നസീറും തമ്മിലുള്ള പ്രണയമൊക്കെ അക്കാലത്ത് വാർത്തകളിൽ പരന്നിരുന്നു. പക്ഷേ പ്രേം നസീർ തൻ്റെ കുടുംബത്തെ അഗാധമായി സ്നേഹിക്കുകയും ഷീലയുടെ പ്രണയം നിരസിക്കുകയും ചെയ്തു എന്നാണ് വാർത്ത. ആ വാശിക്ക് ഷീല വിവാഹം കഴിച്ചത് തമിഴിലെ സൂപ്പർ താരം രവിചന്ദ്രനെ. രവിചന്ദ്രന് അപ്പോൾ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഷീലയുടെ മാദക സൗന്ദര്യത്തിൽ മതിമയങ്ങി വീണു രവിചന്ദ്രൻ. രവിചന്ദ്രനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും ഷീലയാണ്. കവിത തുടങ്ങിയ 2-3 ചിത്രങ്ങളിൽ, ആരോമലുണ്ണി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ രവിചന്ദ്രൻ അഭിനയിച്ചു. തമിഴിൽ രവിചന്ദ്രൻ സൂപ്പർ താരമായിരുന്നു. രവിചന്ദ്രൻ്റെ ഡാൻസും രവിചന്ദ്രൻ്റെ സ്റ്റണ്ടുമൊക്കെ തമിഴർക്ക് വളരെ ഇഷ്ടമായിരുന്നു. MGR കത്തിനിന്ന കാലത്ത് രവിചന്ദ്രന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡമിന് തെളിവാണ്. രവിചന്ദ്രൻ ഷീലയെ കണ്ടപ്പോൾ കുടുംബം മറന്നു. ഷീലയുമായി ഒരുമിച്ച് താമസിച്ചു. അവർക്ക് ഒരു മകനും ജനിച്ചു, വിഷ്ണു. 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ട്. മകനെ സിനിമയിലെത്തിക്കാൻ ഷീല നന്നായി ശ്രമിച്ചെങ്കിലും പയ്യൻ രക്ഷപ്പെട്ടില്ല. ഷീല പിന്നീട് മനസ്സിനക്കരെ എന്ന ചിത്രത്തിലൂടെ ശക്തമായ ഒരു കഥാപാത്രമായി തിരികെ എത്തി. മനസ്സിനക്കരെ എന്ന സിനിമ വിജയിച്ചത് ഷീലയുടെ കഥാപാത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ഏത് കഥാപാത്രം ലഭിച്ചാലും അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഷീലയ്ക്ക് അസാധ്യമായ കഴിവുണ്ട്. നസീറുമായി പിണങ്ങിയതിനു ശേഷം ഷീല ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കുന്നതും നമ്മൾ കണ്ടു. ഈറ്റ എന്ന ചിത്രത്തിൽ തന്നേക്കാൾ പ്രായം കുറഞ്ഞ കമൽഹാസനുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു ഷീല. IV ശശി സംവിധാനം ചെയ്ത ഈറ്റ ഹിറ്റായതിന് കാരണം ഷീലയുടെ മാദക സൗന്ദര്യം ഒപ്പിയെടുത്തതാണ്. അങ്ങനെ ഷീല നസീറുമായി വേർപിരിഞ്ഞ ശേഷവും തൻ്റെ സൂപ്പർ നടി എന്ന പദവി കാത്തു സൂക്ഷിച്ചു. അവർ മധുവിൻ്റെ നായികയായി, ജയൻ്റെ നായികയായി, അങ്ങനെ നസീറിൻ്റെ തിരസ്കാരം തരണം ചെയ്തു. കാരണം അവർക്ക് അവരുടേതായ ഒരു വില മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. രവിചന്ദ്രനെ ഷീല വിവാഹം കഴിച്ചത് അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. രവിചന്ദ്രൻ്റെ ഭാര്യയൊക്കെ അതിനെ ശക്തമായി എതിർത്തു. പക്ഷേ രവിചന്ദ്രനും ഷീലയുമായുള്ള ഒരു ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല എന്നതും ശ്രദ്ധേയം. ഷീല പിന്നീട് ബാബു സേവ്യറെ വിവാഹം കഴിച്ചു. അങ്ങനെ 2 വിവാഹങ്ങൾ ഷീല കഴിച്ചു. 2 വിവാഹങ്ങൾ കഴിച്ചെങ്കിലും ഷീല ഗോസിപ്പുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അന്നത്തെ പത്രപ്രവർത്തകർക്ക് പ്രിയം ഗോസിപ്പുകളായിരുന്നു. ഇന്ന് ട്രോളുകളാണ് അതിന് പകരം. അന്ന് നാനയിലും വെള്ളി നക്ഷത്രത്തിലും ഫിലിം മാഗസിനിലും ചിത്രഭൂമിയിലും ഒക്കെ ഗോസിപ്പുകൾ സജീവമായിരുന്നു. ഗോസിപ്പുണ്ടെങ്കിലേ സിനിമാ വാരിക രക്ഷപ്പെടൂ എന്നൊരു വിശ്വാസവും നിലനിന്നിരുന്നു. എന്തായാലും ഷീല ഒരു കാലത്ത് ക്ലിയോപാട്ര തന്നെയായിരുന്നു മലയാള സിനിമയിൽ. ഷീലയോളം സൗന്ദര്യമുള്ള നടികൾ പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുമില്ല എന്നത് ശ്രദ്ധേയം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് താരസിംഹാസനം, സൂപ്പർ നടിയുടെ സിംഹാസനം വെട്ടിപ്പിടിച്ച നടിയാണ് ഷീല. പക്ഷേ അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കരിനിഴലിൽ വീണിട്ടുണ്ട്. അതിലൊന്ന് രവിചന്ദ്രനുമായുള്ള
പ്രണയവും വിവാഹവുമാണ്. നസീറിനോടുള്ള പക തീർക്കാനാണ് നസീറിനെ പോലെ തന്നെ സുന്ദരനായ രവിചന്ദ്രനെ ഷീല വളച്ചെടുത്തതും വശീകരിച്ചെടുത്തതും വിവാഹം കഴിച്ചതും എന്ന് പറയാം. പക്ഷേ അത് കാരണം തകർന്നത് രവിചന്ദ്രൻ്റെ കുടുംബമാണ്.